ദാരിദ്ര്യമുക്തം എന്ന് പറയാൻ എല്ലാവർക്കും പറ്റും, പക്ഷെ അത് ഉണ്ടോ എന്നുള്ളതാണ് വളരെ സത്യമായ കാര്യം. ദാരിദ്ര്യമുക്തം ആവണമെന്ന് പറയുകയാണെങ്കിൽ മൊത്തത്തിൽ എല്ലാവരെയും ആക്കണം. അല്ലാണ്ട് ഇപ്പൊ വെറുതെ അങ്ങനെ വെറുമ്പാക്ക് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പട്ടിണിയുള്ള സ്ഥലങ്ങളുണ്ട്. ഈ വാർത്തയിൽ കേൾക്കുന്ന അല്ലാണ്ട് അവർ പറയുന്ന അല്ലാണ്ട് ഇത് കേരളത്തിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാകാൻ പോണില്ല. കേരളത്തിലേക്ക് ഇൻകം വരാനുള്ള സാധ്യതകൾ ഉണ്ടാക്കിയാൽ മാത്രമേ ഈ നാട്ടിൽ ദാരിദ്ര്യമുക്തനാക്കാൻ പറ്റുള്ളൂ. ഈ വിലക്കയറ്റം ആദ്യമേ കുറയ്ക്കാൻ നോക്കണം. വിലക്കയറ്റം ഈ വില കയറി പൊക്കോണ്ടിരിക്കുകയാണ്. എനിക്ക് പിണറായി വിജയൻ സാറിനെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഈ ഇലക്ഷന്റെ സമയത്ത് എന്തെങ്കിലും കൂട്ടി കൊടുത്തിട്ട് എന്താ കാര്യമുള്ളത്? ഇനി അടുത്ത ഗവൺമെന്റും ഇത് തന്നെ വരും എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ എങ്ങനെ ദാരിദ്ര്യമുക്തം ആകാൻ പോണേ? ഇപ്പൊ ദാരിദ്ര്യം ഉണ്ട്, വെറുതെ പറയാൻ ദാരിദ്ര്യം ഇല്ലാന്ന്. നമ്മുടെ കേരളം ദാരിദ്ര്യമുക്തമായോ? സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും കടക്കെണിയിലും ഉഴലുമ്പോഴും ജനങ്ങൾ വിലക്കയറ്റത്തിൽ നട്ടം തിരിയുമ്പോഴും ദുരിതത്തിലായിരിക്കുമ്പോഴും ഇലക്ഷൻ അടുത്തിരിക്കുന്ന ഈ ഒരു വേളയിൽ ഒരു സുപ്രധാന പ്രഖ്യാപനം വന്നു. കേരളം ദാരിദ്ര്യമുക്തമായി. സംസ്ഥാനം കടുത്ത ദാരിദ്ര്യത്തിൽ നിന്നും മുക്തി നേടിയെന്ന് സർക്കാരിന്റെ കണക്കുകൾ പറയുന്നു. ഈ പ്രഖ്യാപനത്തെ നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നമുക്ക് പൊതുജനങ്ങളോട് തന്നെ ചോദിക്കാം. നമ്മുടെ കേരളം ദാരിദ്ര്യമുക്തമാണെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ആവാൻ പോണില്ല. ഈ വാർത്തയിൽ കേൾക്കുന്ന അല്ലാണ്ട് അവർ പറയുന്ന അല്ലാണ്ട് ഇത് കേരളത്തിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാകാൻ പോണില്ല. ഇവർ ഈ ഓരോ വീടുകൾ കൊടുത്തു, അത് കൊടുത്തു, ഇത് കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ടെന്നല്ലാതെ എത്ര പേര് ഇപ്പോഴും ഒരു കുടിലിൽ പോലും ഇല്ലാതെ ഈ നമ്മുടെ ഈ ഇതിൽ ജീവിക്കുന്നുണ്ട്. ആ തോമ്പടി മാർക്കറ്റിൻ്റെ ഓപ്പോസിറ്റ് കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രായമുള്ള ഒരാൾ, അത് പുറമ്പോക്കാണോ എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ അവിടെ ഒരു കുടിൽ കെട്ടി ഇരുട്ടും വെള്ളവും ഒക്കെ ആയിട്ട് അവിടെ നിൽപ്പുണ്ട് ആള്. ഇതൊക്കെ ഇവർ ദാരിദ്ര്യമുക്തം ആവണമെന്ന് പറയുകയാണെങ്കിൽ മൊത്തത്തിൽ എല്ലാവരെയും ആക്കണം. അല്ലാണ്ട് ഇപ്പൊ വെറുതെ അങ്ങനെ വെറുമ്പാക്ക് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതിനി ആവാനും പോണില്ല. കേരളം ഇങ്ങനെ ഏത് രാഷ്ട്രീയ പാർട്ടി വന്നാലും അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവാൻ പോണുള്ളൂ. കാരണം ഇതിനകത്ത് എന്തുവാ, അവർക്ക് എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നാട്ടുകാരെ നന്നാക്കണമെന്നോ ജനങ്ങളെ നന്നാക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. എല്ലാം ഇങ്ങനെ തന്നെ പോവുള്ളൂ. അതിനകത്ത് ഒരു മാറ്റം ഉണ്ടാകാൻ പോണില്ല. ദാരിദ്ര്യമുക്തം എന്ന് പറയാൻ എല്ലാവർക്കും പറ്റും, പക്ഷെ അത് ഉണ്ടോ എന്നുള്ളതാണ് വളരെ സത്യമായ കാര്യം. ഇത് എല്ലാവർക്കും വേണമെങ്കിൽ നമ്മൾ ഈ നാട്ടിൽ എല്ലാ കാര്യങ്ങളിലേക്കും എത്താൻ വേണം. അത് മെയിൻ വിദ്യാഭ്യാസമാണെങ്കിലും സാമ്പത്തികമാണെങ്കിലും വെളിനാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്നാലേ നടക്കത്തുള്ളൂ. ഇപ്പം ഞാൻ ചുരുക്കം പറഞ്ഞാൽ എൻ്റെ ജോലി ഇതാണ്. എൻ്റെ കുടുംബം നോക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ തൊഴിൽ ചെയ്യുന്നത്. ഈ തൊഴിൽ കൊണ്ട് ഉണ്ടാക്കിയിട്ട് എൻ്റെ കുടുംബം നന്നായിട്ട് ഞാൻ നോക്കുന്നുണ്ട്. മറ്റൊരു കുടുംബത്തെ എനിക്ക് സംരക്ഷിക്കാൻ പറ്റുന്നില്ല. അത് ചെയ്യേണ്ടത് ഈ കേരള സർക്കാരാണ്. ഈ കേരള സർക്കാർ അങ്ങനെ ചെയ്യണമെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന സ്ഥാനത്തിരിക്കുന്ന സാമ്പത്തിക തലത്തിലിരിക്കുന്ന മന്ത്രിമാരും ഈ സാമ്പത്തിക ഉയർച്ച വരാനും കേരളത്തിലേക്ക് ഇൻകം വരാനുള്ള സാധ്യതകൾ ഉണ്ടാക്കിയാൽ മാത്രമേ ഈ നാട്ടിൽ ദാരിദ്ര്യമുക്തനാക്കാൻ പറ്റുള്ളൂ. അതിന് തൊഴിൽ മേഖല വരണം. കുട്ടികൾക്ക് വിദ്യാസമ്പന്നനാണ്, പക്ഷെ അവർക്ക് തൊഴിൽ ഇവിടെ കിട്ടുന്നില്ല, അവർ വെളിനാട്ടിലാണ് പോണത്. ആ പൈസ പേഴ്സണലായിട്ട് മാത്രമേ പോകുന്നുള്ളൂ. നമ്മൾ സർക്കാരിലേക്കും നമ്മളെ സാമ്പത്തിക തലത്തിലേക്കുള്ള എല്ലാ പൈസ എത്തിപ്പെടണമെങ്കിൽ അതുവരെ തന്നെ വിചാരിക്കണം. ഞാൻ എൻ്റെ കുടുംബം നോക്കുന്ന പോലെ ഈ കേരളത്തിൻ്റെ കുടുംബം നോക്കുന്ന ആള് ഈ ദാരിദ്ര്യം മാറ്റേണ്ടത് അദ്ദേഹമാണ്. ഇല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ പലയിടത്തൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുന്ന ആളിന് ഒരു എക്സ് ഗൾഫാണ്. അവിടെ ഇവിടെ സ്ഥലങ്ങളുണ്ട്, പോകുമ്പോൾ അറിയാം. അതുകൊണ്ട് പട്ടിണിയുള്ള സ്ഥലങ്ങളുണ്ട്. ഞാൻ എൻ്റെ കുടുംബനാഥനാണ്. അപ്പോൾ അവരെ നോക്കാനാണ് ഞാൻ ഈ തൊഴിൽ ചെയ്യുന്നത്. നന്നായിട്ട് ചെയ്തിട്ട് പോകുന്നുണ്ട്. എൻ്റെ കഷ്ടപ്പാടുകൊണ്ട് ചെയ്തിട്ട് ഞാൻ നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. അതുപോലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നതും അതിന് സാമ്പത്തിക മേഖലയിലുള്ള മന്ത്രിമാരൊക്കെ ചെയ്യേണ്ട, എല്ലാ മന്ത്രിമാരും കൂടി ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെ കേരളത്തിൽ സാമ്പത്തിക ദാരിദ്ര്യം കുറയ്ക്കണമെങ്കിൽ സാമ്പത്തിക ഭദ്രം വരണം. വെളിനാട്ടിൽ നിന്ന് വരണം. ഇവിടെ തന്നെ തൊഴിൽ മേഖലകൾ കൂടുതൽ ഉണ്ടാക്കിയാൽ തീർച്ചയായും ഇവിടെ ഒരുപാട് ആൾക്കാർ തൊഴിൽ മേഖലയിൽ തൊഴിലൊന്നും ഇല്ലല്ലോ. അവർക്കൊക്കെ കൊടുക്കേണ്ട സാമ്പത്തിക മേഖല വളരെ ഉയർച്ചയിൽ വരും. അതുപോലെ ഒരു ദാരിദ്ര്യം ഉണ്ടാവില്ല. ഇപ്പം ദാരിദ്ര്യം ഉണ്ട്, വെറുതെ പറയാൻ ദാരിദ്ര്യം ഇല്ലാന്ന് അത്ര പറയാൻ പറ്റും. നമ്മുടെ കേരളം ദാരിദ്ര്യമുക്തമാണെന്ന് തോന്നുന്നുണ്ടോ? പൂർണ്ണമായിട്ടും തോന്നുന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്കോർഡിലെല്ലാം റെഡിയായെങ്കിലും ശരി, ഇന്നും വീടും കാര്യങ്ങളും ഇല്ലാത്ത ഒത്തിരി ആളുകൾ ഉണ്ട്. റെക്കോർഡിക്കലി ഇതൊക്കെ വരുമെന്നുള്ളതല്ലാതെ വീടില്ലാത്തവരും പിന്നെ 3 നേരം ആഹാരം ഇല്ലാത്തവരും ഒട്ടനവധി ആൾക്കാർ രാജ്യത്തുണ്ട്. അവരെയൊന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ ഇലക്ഷൻ ആവാൻ നേരത്തെ ഒരുപാട് ഓഫറുകൾ വെച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ പെൻഷൻ ഒരുപാട് ഉയർത്തി. പിന്നെ ആശമാർ ഒരുപാട് കാലം അവിടെ സമരം ചെയ്തിട്ട് ഇപ്പോൾ ഈ ഇലക്ഷൻ ആവാൻ നേരത്താണ് അവരുടെ ഓണററി ഒക്കെ വർദ്ധിപ്പിച്ചത്. ഈ ഇലക്ഷൻ ആവാൻ നേരത്തുള്ള ഇത്തരമുള്ള ഇവരുടെ ഈ അടവുകളെ കുറിച്ച് എങ്ങനെ നോക്കിക്കാണുന്നത്? ഇത് ചെയ്യണമെങ്കിൽ ആ സമയത്ത് ചെയ്യണമായിരുന്നു. അവർ സമരം ചെയ്ത് കഷ്ടപ്പെട്ട് അവരെ ഉപദ്രവിച്ച സമയത്ത് അവർക്ക് ചെയ്തു കൊടുത്തിരുന്നെങ്കിൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടായേനെ. ഇപ്പം ഈ ഇലക്ഷൻ്റെ സമയത്ത് എന്തെങ്കിലും കൂട്ടി കൊടുത്തിട്ട് എന്താ കാര്യമുള്ളത്? ഒരു കാര്യമില്ല.
അല്ല പിന്നെ 100 രൂപ കൂട്ടിക്കൊടുത്തിട്ടോ ഒരു ദിവസം 33 രൂപ കൂട്ടിക്കൊടുത്തിട്ടോ അവർക്ക് അവരുടെ പിന്നെ ലക്ഷ്യത്തിലെത്താൻ പറ്റുമോ? പറ്റത്തില്ല. ഈ വിലക്കയറ്റം ആദ്യമേ കുറയ്ക്കാൻ നോക്കണം. വിലക്കയറ്റം ഈ വില കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് പരിഹാരമായിട്ട് ഒന്നും കാണാനില്ല. പിന്നെ എങ്ങനെ അത് പിന്നെ ദാരിദ്ര്യമുക്തം ആകാൻ പോണേ? ഒന്നും ആകാൻ പോണില്ല. ഇപ്പം ഇലക്ഷൻ വരുന്നു, അപ്പം എന്തെങ്കിലും പറഞ്ഞു കയറുക, അങ്ങനെ തന്നെ, അല്ലാതെ വേറെ ഒന്നുമില്ല. യോജിക്കില്ല, തീരെ ഇല്ല. മുടിയും ഇല്ല എന്നുള്ളതല്ല, അത് അവർ മുടിപ്പിക്കുക ചെയ്യുക, അവർ സ്വന്തം കാര്യങ്ങൾ നടത്തുന്നുണ്ട്. ഇനിയൊരു ഇത് ഉണ്ടാവില്ല എന്ന് എൻ്റെ പ്രതീക്ഷ. ഇനിയിപ്പോൾ അങ്ങനെ അറിയില്ല. ഒരു ഇലക്ഷൻ സ്റ്റണ്ട് എന്നുള്ള കവിഞ്ഞ് അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. അവരിപ്പം ഏതാണ്ട് ഇപ്പോൾ ഒരു കൊല്ലത്തോളം സെക്രട്ടേറിയറ്റിൻ്റെ പഠിക്കൽ നിന്നിട്ട് ഇപ്പോൾ ഈ 11ാം മണിക്കൂറിൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് തന്നെ. അതിനകത്ത് രാഷ്ട്രീയ ഒരു കക്ഷിയുടെ അർത്ഥത്തിൽ പറയുന്നതല്ല, അത് തീർച്ചയായിട്ടും ഒരു സ്റ്റണ്ട് തന്നെ, രാഷ്ട്രീയ സ്റ്റണ്ട്. ഒരിക്കലും ഇല്ല. അത് വെറുതെ ഈ രാഷ്ട്രീയ എതിരാളികൾ വെറുതെ പറഞ്ഞുണ്ടാക്കണ. അതായത് ഇവിടെ ഈ രാജ്യം ഒരുപാട് ആപൽഘട്ടങ്ങളിലൂടെ കടന്നുപോയി, ശരിയല്ലേ? ഇവിടെയെല്ലാം ഒരു നല്ലൊരു സർക്കാർ, അതായത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു ഭരണം നടത്തുന്ന ഒരു സർക്കാർ ഉണ്ടായതുകൊണ്ട് ആണ് ഇവിടെ ഇന്ന് ജനം ഈ രീതിയിലെങ്കിലും പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ വിലക്കയറ്റം രൂക്ഷമായനെ. ഇവിടെ വെള്ളപ്പൊക്കം വന്നു, കൊറോണ, അങ്ങനെ എന്തെല്ലാം ഇവിടെ വന്നു. എന്നിട്ടും ഈ ഗവൺമെൻറ് 9 വർഷക്കാലം പിടിച്ചു നിന്നുള്ളതാണ്. ദാരിദ്ര്യമുക്തമാണെന്ന് തോന്നുന്നുണ്ടോ? 95% മുക്തമാണെന്ന് തന്നെ തോന്നുന്നുണ്ട്. 95%. ഇവിടെ നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ സാമ്പത്തികമായി ബുദ്ധിമുട്ടില്ല, വിലക്കയറ്റങ്ങളുടെ ഒരു പ്രശ്നമില്ല എന്നൊക്കെ നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അതിനോട് യോജിക്കുന്നുണ്ടോ? അതും ആ പെർസെൻറ്റേജ് തന്നെയാണ് എനിക്കുള്ള അഭിപ്രായം. 95% ശരിയാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഇവിടെ ഇന്ന് ഓരോ മേഖലയിലും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. അതായത് ഇപ്പോൾ ഒന്ന് ഹോസ്പിറ്റലിലൊന്ന് വെറുതെ ഒരു പനി അല്ലെങ്കിൽ ഒരു ചുമ ഇതായിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിലൊന്ന് സമീപിച്ച് നോക്കിയേ, പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കായും അടിപൊളിയായിട്ടാണ് ഓരോ സിറപ്പിൻ്റെയൊക്കെ വില. ആ സിറപ്പ് തന്നെ, അതായത് ഒരു ബോട്ടിൽ നമ്മൾ അത് കുടിച്ചിരിക്കുമ്പോൾ നമ്മുടെ ചുമ മാറിയിരിക്കും. ആ രീതിയിലുള്ള നല്ല ട്രീറ്റ്മെൻറ്റ്. ഇനി കിടത്തി ചികിത്സയാണെങ്കിലും അങ്ങനെ ഓരോ മേഖലയും. ഇന്ന് വിദ്യാഭ്യാസ മേഖല തന്നെ ഒരുപാട്. ഇപ്പോൾ എത്ര +2 എത്ര ശതമാനമായി? പണ്ടൊക്കെ എത്ര ഉണ്ടായിരുന്നു? മലപ്പുറമൊക്കെ 0 ആയിരുന്നു, അല്ലെങ്കിൽ 2% ആയിരുന്നു. ഇന്ന് അവിടെ നിന്നൊക്കെ വളരെ 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 ഉയർന്നു. ഇതൊക്കെ ക്രെഡിറ്റ് അവകാശപ്പെടാൻ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണെന്നുള്ളത് ഞാൻ ഒട്ടും നിസ്സംശയം ഞാൻ പറയാം. എനിക്ക് ഈ പിണറായി വിജയൻ സാറിനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ചങ്കൂറ്റമാണ് എന്നെ പ്രിയങ്കരനാക്കുന്നത്. ഏത് കാര്യത്തിനും എന്തെല്ലാം ആരോപണങ്ങളെ ഈ പ്രതിപക്ഷം അല്ലെങ്കിൽ എതിരാളികൾ ഉണ്ടാക്കി. ബിരിയാണി, ചെമ്പ്, മരുമോള് ഏതെങ്കിലും ഒന്ന് തെളിയിക്കാൻ മുൻപും ഒരുപാട് ഗവൺമെൻറ് കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ. ആ ഗവൺമെൻറ്റൊക്കെ ഭരിക്കുമ്പോൾ ഉള്ള ആ ആരോപണങ്ങൾ ഓരോന്നായി തെളിയിച്ചിട്ടുണ്ട്. ഇത് ഏതെങ്കിലും ഒരെണ്ണം ഈ പറച്ചിലല്ലാതെ തെളിയിക്കാൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഓരോ ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. വെറും ആരോപണങ്ങളായിട്ടാണ് അത് ജനങ്ങൾ തള്ളിക്കളയുമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അടുത്ത ഗവൺമെൻറ്റും ഇത് തന്നെ വരും എന്നുള്ളത് ഉറപ്പാണ്. ദാരിദ്ര്യമുക്ത കേരളം എന്ന സർക്കാർ വാദവും സാധാരണക്കാരുടെ ജീവിത യാഥാർത്ഥ്യങ്ങളും തമ്മിലുള്ള അകലം എത്ര വലുതാണെന്ന് ഈ പ്രതികരണങ്ങൾ വ്യക്തമാക്കുകയാണ്. നമ്മൾ സംസാരിച്ച ഭൂരിഭാഗം ആളുകളും ശക്തമായി അഭിപ്രായപ്പെട്ട ചില കാര്യങ്ങൾ ഇതാണ്. കണക്കുകൾ കൊണ്ട് ദാരിദ്ര്യമൊന്നും ഇല്ലാതാക്കാൻ കഴിയില്ല. കണക്കുകളിൽ മെച്ചപ്പെടുത്തൽ ഉണ്ടാകാം, എന്നാൽ വിലക്കയറ്റം, ജോലിയില്ലായ്മ എന്നിവ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്നു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരു രാഷ്ട്രീയ പ്രചാരണ തന്ത്രമാണ് ഈ ദാരിദ്ര്യമുക്തി. ഈ പ്രഖ്യാപനത്തെ ഭൂരിപക്ഷം ജനങ്ങളും കാണുന്നത് അങ്ങനെ തന്നെയാണ്. ദാരിദ്ര്യം ഇല്ലാതാക്കുന്നതിനേക്കാൾ മുമ്പ് സംസ്ഥാനം അനുഭവിക്കുന്ന കടബാധ്യതയും സാമ്പത്തിക കെടുകാര്യസ്ഥയും പരിഹരിക്കുകയാണ് വേണ്ടതെന്നും എല്ലാവരും ഒരുപോലെ അഭിപ്രായപ്പെടുന്നു. ചുരുക്കത്തിൽ സംസ്ഥാന ഭരണകൂടത്തിന്റെ ഔദ്യോഗിക ഭാഷ്യവും ജനങ്ങളുടെ അനുഭവപരമായ സത്യവും തമ്മിലുള്ള ഈ വലിയ ചോദ്യചിഹ്നം കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലത്തിൽ കൂടുതൽ ചർച്ചകൾക്ക് വഴി തുറക്കുമെന്ന് ഉറപ്പാണ്. എന്തായാലും നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? കമന്റ് ബോക്സിൽ പറയൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.